നമസ്കാരം. സോഡിയൻ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ഇപ്പോൾ 3ാം ഭാവത്തിൽ സഹായസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ 2ാം ഭാവാധിപതി നിഗുണായോഗം ചെയ്ത് സഹായസ്ഥാനത്തുണ്ട്. അനുകൂലമായ കുറേ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത്. കാരണം സർവാഭിഷ്ടസ്ഥാനത്താണ് കർമാധിപതിയായിരിക്കുന്ന ശനി നിൽക്കുന്നത്. അപ്പോൾ കർമ്മസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നതാണ് തൊഴിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കമുണ്ടാകുമെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം കർമാധിപതി ഭാഗ്യാധിപത്യം വഹിച്ച് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരും. അത് കാരണം കൊണ്ട് തന്നെ മുടക്കങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് നാഗപൂജ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ദ്വിദ്വാദശ ചെയ്ത് 12ാം ഭാവാധിപതി 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 12ാം ഭാവാധിപതി വന്നിട്ട് 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് നിന്യാഭിഭാഷി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, വാശി കൂടുക, ആവശ്യമില്ലാത്ത രീതിയിൽ എടുത്തിയാട്ടം, ആവശ്യമില്ല ചിന്തിക്കാതെയുള്ള സംസാരം വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തിക ഞെരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. നിപുണായോഗമുണ്ട്. നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിവുണ്ട്. സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സന്തോഷിക്കുമ്പോൾ ടെൻഷൻ അനുഭവപ്പെടുക, വീട് വിട്ട് നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു യോഗം കാണുന്നുണ്ട്. കാരണം 4ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. ലഗ്നാധിപതിക്ക് നീചാവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് 4ാം ഭാവത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവിൻ്റെ ബന്ധമുള്ളത് കാരണം കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കാനും വിദേശത്ത് പോകാനൊക്കെ യോഗമുള്ള സമയമാണ്. വിദേശത്തുള്ളവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയം കൂടിയാണ്. അതേപോലെ തന്നെ 7ാം ഭാവാധിപതി ചൊവ്വ രക്ഷാസ്ഥാനത്ത് 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയും ആ കുടുംബത്തിൽ നിന്നുള്ള അനുകൂലാവസ്ഥ ഉണ്ടാകുമെങ്കിലും ഭാര്യയുടെ സംസാരം, പെരുമാറ്റം ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ അപ്രിയമായി തോന്നാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ധനകേകതനം എന്ന് പറയുന്ന യോഗമാണ്. അപക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാൻ യോഗമുള്ള സമയമാണ്. അത് കാരണം ഗ്യാസ്ട്രിക് പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. 10ാം ഭാവത്തിൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവും 4ലെ കേതു ഹൃദയസ്ഥാനത്തും അതുപോലെ തന്നെ കാലിൻ്റെ മുട്ട് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കാലുവേദന പോലെയുള്ള കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള രോഗാവസ്ഥയ്ക്ക് യോഗമാണ് കാണുന്നത്. അതേപോലെ തന്നെ കൈകൾക്ക് വേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. മനസ്സിലാഗ്രഹിക്കുന്ന ഭൗതിക സുഖങ്ങൾക്ക് തടസ്സം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ് മറ്റൊന്ന്. കാരണം ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ ലഗ്നാധിപത്യം വഹിച്ചിട്ട് ശനിയുടെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതിക സുഖങ്ങൾ നമ്മൾക്ക് കിട്ടാതെ ഇരിക്കുക, ദാമ്പത്യ സുഖക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് യോഗം ഉള്ളത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യണം, നാഗപൂജ ചെയ്യണം. വ്യാഴപ്പഴമുള്ള സമയമായതുകൊണ്ട് വിഷ്ണുക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്ത അർച്ചനയും ചെയ്യണം. നല്ല രീതിയിൽ പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്താൽ വലിയ ദോഷമില്ലാതെ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കടന്നു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.